വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. പല വീഡിയോസിലും നല്ലൊരു അസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ടേബിൾ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. സോ ഈ ഒരു വുഡൻ ടേബിളിന് ആ ഒരു രീതിയിലേക്ക് എങ്ങനെ ആക്കിയെടുക്കുമെന്ന് കുറേ ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. ഇത് വേറെ ആരോ ചെയ്തിരിക്കുന്നതൊന്നും ഓർമ്മയില്ല, പക്ഷേ ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഈ മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ കുറേ വാൾപേപ്പേഴ്സിൻ്റെ ഇതൊക്കെ കാണാം. സോ ആ ഒരു വാൾപേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ ടേബിൾ വൈറ്റ് ആക്കി എടുക്കുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ടേബിളൊക്കെ വാങ്ങിയിട്ട് മേക്ക് ഓവർ ചെയ്യാൻ മാത്രമുള്ള ബജറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. സോ ഇങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. താഴോട്ടുള്ള പോർഷനിലേക്കൊന്നും എത്തിയിട്ടില്ല, കാരണം എൻ്റെ അനിയനാണ് ഇതിലേക്ക് ഒട്ടിച്ചെന്നത്. ബാക്കി അവൻ കൈക്കൂലിയായിട്ട് ഓൻ എടുത്തിട്ടുണ്ട്. ഓൻ എന്തോ ആവശ്യം ഉണ്ടായിട്ട് അവന് വേണമെന്ന് പറഞ്ഞു ഓനെ എടുത്തു. അപ്പം ഇപ്പോൾ ഈ ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നേരത്തെ ആ ഒരു വുഡൻ ടേബിളാണെന്ന് തീരെ പറയുകയുള്ളത്. നല്ല സ്ലോ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. സ്ലോ ആയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഒരു ചുളിവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ടേബിൾ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഓരോ പാർട്ടായിട്ട് കാണിച്ചു തരാം. ഇത് ഒഴിവാക്കി വെച്ചൊരു ഫ്രിഡ്ജിൻ്റെ നമ്മൾ എഗ്ഗൊക്കെ വെക്കുന്ന ഒരു ട്രേ ആണ്. ഇത് ഞാൻ ഒരു വട്ടം ഈ ഒരു യെല്ലോ കളറൊക്കെ ചെയ്ത് ഇതിൽ സാധനം വെച്ചതായിരുന്നു. ബട്ട് ഇപ്പം ഈ ഒരു കളർ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു റോസ് കളറാണ് ഇതിന് അടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സ്പഞ്ച് മാതിരിയുള്ള സാധനം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചർ നമുക്കിതിന് കിട്ടും. പിന്നെ ഇതിൽ ഞാൻ ഇതിൻ്റെ പെയിൻറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതുപോലെ കുറേ ബോട്ടിൽസ് ഉണ്ട്, പെയിൻറ്റിൻ്റെ അക്രിലിക് കളേഴ്സിൻ്റെ ബോട്ടിൽസൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ കളർ ഈ സ്പഞ്ച് മേലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് സംഭവം ഒരു വട്ടം ആ ഒരു സ്റ്റിക്കൊന്ന് പോന്ന് വയ്ക്കുക. അതുകൊണ്ട് ഞാനൊരു സെല്ലോ ടാപ്പൊക്കെ വെച്ചൊട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു ടെക്സ്ചറിൻ്റെ ഇത് മനസ്സിലാവും. ഒരു ഡോട്ട് മാതിരി ഒരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടി. സ്പഞ്ച് യൂസ് ചെയ്ത് ചെയ്താൽ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് നേരെ ഇങ്ങനെ കളർ ചെയ്യുന്നതിലും നല്ലത് ഇതാണ്. പിന്നെ ഞാൻ ഈ ഫോം ബോർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ട്. സോ ആ ബുക്സിൻ്റെ സൈസിൽ വെച്ചിട്ട് ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. സോ ഞാൻ ആ ബുക്സ് എല്ലാം കൂടി എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ആ സൈസ് ഒന്ന് നോക്കുന്നുണ്ട്, ബേസിൻ്റെ സൈസ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സൈഡും എല്ലാം ഇതിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഈ ഒരു വിഡ്ത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും അതിനനുസരിച്ചുള്ള കട്ടിങ്സ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കണം, കാരണം ഇതിൻ്റെ ഈ ഒരു ബുക്ക് നേരെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ വരുന്ന രീതിയിലുള്ള ആ ഒരു ഹൈറ്റിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ 4 പീസാക്കിയിട്ട് ഞാനിതാ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നടുക്കുള്ളത് അതിന് ബേസ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുള്ള പീസുകളാണ്. പിന്നെ ഫ്ലെക്സ് കേക്ക് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്, ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിലൊക്കെ ആയിപ്പോയാൽ പിന്നെ ആ ഒരു ബോർഡ് എല്ലാം കൈമ പറ്റിപ്പോവും. നമ്മൾ കയ്യിൽ എന്താണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മളെ കയ്യിൽ അത് പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ കയ്യിലായാലൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള പണിയെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തനിയെ അങ്ങ് പോയിക്കോളും, സൂപ്പർ ഗ്ലൂ ഒക്കെ കൈമലായ പോകുന്ന മാതിരി. സോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഫ്ലെക്സ് കേക്ക് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബേസിൽ ഈ ഒരു ഫ്ലെക്സ് കേക്ക് ആക്കുക, എന്നിട്ട് സൈഡുകളൊക്കെ അതിൽ നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് ഒട്ടും കേട്ടോ, ഫ്ലെക്സ് കേക്ക് യൂസ് ചെയ്താൽ പെട്ടെന്ന് ഒട്ടി കിട്ടും. പിന്നെ ഈ ഒരു ഫോം ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്താൽ മതി. കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ അളവെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതിനൊരു ഭംഗി കിട്ടണമെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കവർ കൊണ്ടൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുത്താൽ മതി, നല്ല ഭംഗി ഉണ്ടാവും. സോ ഞാൻ ഇവിടെ 4 സൈഡും ഇതുപോലെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇതിൽ വെച്ച് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ഡയറി ഉണ്ട്, ഞാൻ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. പിന്നെ ജേണലുകളുണ്ട്, 3 ജേണൽ. പിന്നെ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് നോവലുണ്ട്. ഞാൻ ജേണലിങ്ങും സ്ക്രാപ്പ് ബുക്കിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്നാണ് പേജസ് എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാസ്ക്കറ്റ് ഇപ്പം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ കളറുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഇവിടെ മെസ്സായി കിടക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ കളേഴ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഈ ഒരു ടേബിളിലേക്ക് വെക്കുമ്പോൾ ആ ഒരു തീമിന് മാച്ച് ആകാമെന്ന രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് കളർ ചെയ്തിട്ട് ഈ പർപ്പസിന് എടുത്തത്. പിന്നെ എൻ്റെ കയ്യിലൊരു സോസർ ഉണ്ട്. ഇതിൻ്റെ കപ്പിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. ഇതെൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു കപ്പും സോസറാണ് കേട്ടോ. കപ്പ് ഇതുപോലെ സെയിം സ്മൈലിയൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കപ്പായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ആക്സസറീസ് ഉണ്ട്. ഒരു ചെയിന്, പിന്നെ ഒരു റിങ്, പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്സുകളൊക്കെ ഉണ്ട്. ഇതും കൂടി ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ മേലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിലുള്ള സിറം, സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു ബോക്സ് മതി. അപ്പം നേരത്തെ അത്രയുള്ള വലിപ്പമൊന്നും വേണ്ട. ഇതിനുള്ള അടയാളങ്ങളൊക്കെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ളത് കുറച്ച് സ്കിൻ കെയറിൻ്റെയും മേക്കപ്പിൻ്റെയും സാധനങ്ങളാണ്. അതിന് മാത്രമൊന്നുമില്ല, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ഒരു സ്പ്രേ വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട്. ഇത് നമ്മളെ ഡെർമാക്കോൻ്റെ SPF 50 ഉള്ള ഒരു സൺസ്ക്രീനാണ്. പിന്നെ ഇത് സെറാണ്, ഇത് വൈറ്റമിൻ സി സെറാണ് കേട്ടോ. അതും ഡെർമാക്കോൻ്റെ സെറാണ്. പിന്നെ ഈ 2 ലിപ്സ്റ്റിക്ക്, ഈ ഒരു 2 ഷെയ്ഡേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞില്ല കുറേ ഐറ്റംസ് ഒന്നുമില്ല, ആകെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു ഐലൈനർ, പിന്നെ ഒരു അത്തറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പുതിയൊരു സ്പ്രേ ഉണ്ട്, ഞാനിതുവരെ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ അതും അതിൻ്റെ ബോക്സ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഇതിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പർപ്പിൾ കളറുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണിത്. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഇതുകൂടി അതിലേക്ക് വരുമ്പോൾ ഒരു നല്ല ഭംഗി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലി ഇത്രയൊക്കെ ഉള്ളൂ പ്രോഡക്റ്റ്സ്. സ്കിൻ കെയർ എന്ന് പറയാൻ ആകെ സെറും, സൺസ്ക്രീനും, മോയ്സ്ചറൈസറും, പിന്നെ മേക്കപ്പ് എന്ന് പറയാൻ ആകെ ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ട്രിങ്കറ്റ് ബോക്സ് എന്നാണ് പറയുക. ഇതിൻ്റെ ബീഡ്സ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കാനാണ്. പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഐഡിയ കണ്ടെത്തിയത്. സോ അതുണ്ടാക്കുന്നത് നോക്കുക. ആദ്യം നമ്മൾ ക്ലേ എടുക്കുക. ഈ ക്ലേയും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഒരു വട്ടം ഞാൻ ഷോർട്സ് ഇട്ടുതരാം, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിലും കൊടുക്കാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റേറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ ഈ ക്ലേക്കൊക്കെ. ഇതുപോലത്തെ ക്ലേ ഒക്കെ വാങ്ങിയാൽ നമുക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. പിന്നെ ഒരു തുണി വിരിക്കണം. നമ്മൾ ടേബിൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വിരിക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഒരേ ഹൈറ്റ് വരുന്ന എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന സാധനത്തിന് 2 സെയിം ഹൈറ്റ് ആയിരിക്കണം. സോ അതുപോലെ ഈ ഒരു ബുക്കാണ് ഞാൻ എടുത്തത്. ഈ ഒരു ബുക്കിൻ്റെ വിഡ്ത്തിലാണ് എനിക്ക് ഈ ഒരു ഇത് കിട്ടേണ്ടത്. അതിനോണ്ടാണ് കേട്ടോ. നമുക്ക് കുറേ തിക്നെസ് വേണ്ട സാധനമാണ് വേണ്ടതെങ്കിൽ ഇതിലും ഹൈറ്റ് കൂടിയിട്ടുള്ള സാധനങ്ങളാണ് എടുക്കേണ്ടത്. പിന്നെ ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തുന്ന സാധനം എടുത്തിട്ട് ചപ്പാത്തി പരത്തുന്ന സെയിം മെത്തേഡിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അധികം പ്രഷർ കൊടുക്കരുത്. ഞാൻ ആദ്യം ഒരു പ്രഷർ കൊടുത്തതുകൊണ്ട് അത് കുഴിഞ്ഞു പോയി. സോ അധികം പ്രഷർ കൊടുക്കാണ്ട് ചപ്പാത്തി എങ്ങനെയാണോ പരത്തുക ആ ഒരു മോഡലിൽ തന്നെ ഇതിങ്ങനെ പരത്തിയെടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ പരത്തിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാത്രം എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിൻ്റെ സൈസിലുള്ള ഒരു ബോക്സാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിന് ബാക്കി വരുന്ന ഈ ഒരു ബാലൻസ് ഉള്ള ഭാഗം എടുത്തിട്ട് ഞാനിപ്പോൾ കാണുന്ന ഒരു ഷേപ്പിൽ നല്ലോണം ഉരുട്ടി എടുത്തിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കുക. അത് പരത്തിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു റൗണ്ടിലേക്ക് ഫുൾ കവറാകുന്നുണ്ടോയെന്ന് നോക്കുക. ആ ഒരു കവറാകുന്ന ഹൈറ്റ് വരെ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ആ ഒരു പോർഷൻ അതിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്ലോ ആയിട്ട് തന്നെ ആ ഒരു ബേസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പോർഷനും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജ് നല്ലോണം കട്ട് ചെയ്തിട്ട് ഈക്വൽ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എഡ്ജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ബേസിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാനുള്ള പണി നോക്കുക. അതിൻ്റെ ബേസിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറേ ലൈൻസ് വരച്ച് കൊടുക്കുക. ഒരു ചളി രൂപത്തിലാക്കി എടുക്കുക ഈ ഒരു ബേസ് മൊത്തത്തിലല്ല കേട്ടോ, അതിൻ്റെ ഈ ഒരു സൈഡുകൾ മാത്രം. ഇനി മറ്റേ പീസ് എടുത്തിട്ട് ഈ ഒരു എഡ്ജുമ്മലേക്ക് നല്ലപോലെ വെച്ച് കൊടുക്കുക. ഒരു ചളി ഷേപ്പിലായതുകൊണ്ട് അത് നല്ലോണം കളിമണ്ണ് അവിടെ ഒട്ടിപ്പിടിച്ചോളും. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു വെച്ച് കൊടുത്തതിൻ്റെ ആ ഒരു ഭാഗമല്ലേ, ആ ഒരു എഡ്ജില്ലേ, അതുകൂടി ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലും ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ അവിടെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു പോർഷൻ എടുത്തിട്ട് റൗണ്ടാക്കിയിട്ട് നല്ലപോലെ ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടിൻ്റെ മുകളിലേക്കുള്ള ഒരു സാധനത്തിനാണ്. അതായത് മൂടി ഇങ്ങനെ തുറക്കാനും മൂടി വെക്കാനും ഒക്കെ ഒരു പിടിയുള്ള രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനാണ്. അതായത് ഞാനിതൊരു സ്ട്രോബെറി തീമിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു സ്ട്രോബെറീൻ്റെ മുകളിലുണ്ടാകുന്ന പോലുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനാണ്. ഇതുപോലെ പരത്തിയിട്ട് ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളൊരു സംഭവം കിട്ടും. ഇനി അതിലേക്ക് തണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. നേരത്തെ ചെയ്ത മാതിരി തന്നെ വാട്ടർ യൂസ് ചെയ്തിട്ടൊരു ചളി രീതിയിലാക്കിയിട്ട് ഈ ഒരു പീസ് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ റെഡി ആയിക്കോളും. ഇനി ഇതിന് മൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പോർഷൻ എടുത്തിട്ട് റൗണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബൗളില്ലേ, ആ ബൗൾ തന്നെ യൂസ് ചെയ്തിട്ട് ഇതിനൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം, ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇതിലും കുറച്ചൊരു വലിപ്പം കൂടിയാലും കുഴപ്പമില്ല. ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി ഫിറ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം ഫിറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു സൈസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗമല്ലേ സ്റ്റാറിൻ്റെ, അതും കൂടെ ഇതിൻ്റെ ഒരു മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. കുറച്ച് ചളി രൂപത്തിലാക്കിയിട്ട് ഇതും ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫിറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വെക്കുക. ഒരു ദിവസം വെച്ചാൽ മതി. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ഒരു ദിവസമൊക്കെ തന്നെ മതി ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും വൈറ്റും ആണ് എടുക്കുന്നത്. സോ നമ്മൾ ആദ്യം റെഡ് എടുത്തിട്ട് ഇതിന് അടിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രോബെറിൻ്റെ തീമാണെന്ന്. സോ ആ പിടിക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇനി ബാലൻസ് വരുന്ന ആ ഒരു പോർഷനിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് എടുത്തത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. റെഡിൽ വൈറ്റ് ആക്കിയാൽ എന്തായാലും ഒരു പിങ്ക് കളറിലേക്ക് പോകും. പിന്നെ അതുകൊണ്ട് പിന്നെ ഗ്രീനിനെ ഒരു പേസ്റ്റലാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ആ ഒരു രണ്ട് കളറും രണ്ട് മോഡലായിട്ട് നിൽക്കും. അതുകൊണ്ട് പിന്നെ വൈറ്റ് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു.
സെയിം ആ ഒരു ഗ്രീൻ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ ഒരു സെക്കൻഡ് കോട്ട് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത കളറിൻ്റെ തീർന്നു പോയി. സോ ഞാൻ വേറൊരു കളറ് പിന്നെ വാങ്ങിയിട്ടാണ് ഞാനിതിന് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. നേരത്തെ അടിച്ച പോലെ തന്നെ മൊത്തത്തിൽ സെക്കൻഡ് കോട്ടും അടിച്ചു കൊടുക്കുക, എന്നാലേ അതൊരു വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി ഇതിനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും, നല്ലൊരു ഫിനിഷിങ് കിട്ടും. സോ മൂടിക്കും ട്രിങ്കറ്റിനും ഒക്കെ നമ്മൾ ഫെവിക്കോൾ നല്ലപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫെവിക്കോൾ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോ കാണുന്നുണ്ട് അല്ലേ. ഇനി ഒരു ബോക്സിൻ്റെ മുകളിൽ സ്ട്രോബെറിൻ്റെ മുകളിലൊക്കെ കാണുന്ന പോലുള്ളൊരു ഡോട്ട് ഇല്ലേ, അതൊന്ന് അടിച്ചു കൊടുക്കണം. അത് ഞാനൊരു യെല്ലോ പേസ്റ്റൽ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഞാൻ കളർ ആദ്യം ചെയ്തില്ലായിരുന്നു, കാരണം ഇത് ഉണങ്ങാൻ വെക്കണമെങ്കിൽ അടിയിൽ കളർ ഉണ്ടാവരുതല്ലോ. ആദ്യം നമ്മൾ അടിയിൽ കളർ അടിച്ചാൽ പിന്നെ നമ്മൾ ഉണങ്ങാൻ വെക്കുന്ന ഭാഗത്ത് ഇതിലെ കളർ മൊത്തമാവുമല്ലോ. സോ ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അടിയിൽ കളർ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല സ്ട്രോബെറിൻ്റെ സെയിം രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാളൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. പിങ്ക് തീമിലാണ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ലേസർ പ്രിൻ്റാണ് എടുക്കുന്നത്. ഇതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് അസ്തെറ്റിക് ആയിട്ടുള്ള വാൾ പോസ്റ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഈ ഒരു ഇൻ മൈ സ്മോൾ ബിസിനസ് എറ എന്നുള്ള ഒരു കോട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ആ ഒരു പിങ്ക് കളർ ഹാർട്ട് കണ്ടില്ല, അതിപ്പോൾ നമ്മൾ ഏത് വാൾ പോസ്റ്റേഴ്സ് എടുത്ത് നോക്കിയാൽ എന്തായാലും മസ്റ്റായിട്ടുണ്ടാകുന്ന ഒരു തീമാണ് ആ ഒരു ഹാർട്ട് വരുന്നത്. ഇനി ഞാൻ ഈ വാൾ പോസ്റ്റേഴ്സൊക്കെ ഒന്ന് ചുമരുമേൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ പൊസിഷൻസ് നോക്കുകയാണ്. കറക്റ്റ് എങ്ങനെയാണെന്നൊരു ഐഡിയ അല്ല എവിടെയൊക്കെ ഒട്ടിക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് ട്രയൽ നോക്കുകയാണ്, ഏതൊക്കെ എവിടെ വെച്ചാലാണ് വൃത്തി ഉണ്ടാവുക എന്നുള്ളൊരു ട്രയൽ നോക്കിയിട്ട് ലാസ്റ്റിലേക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. സോ ആ ഒരു ഓർഡറിൽ ഞാൻ ടേക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ ടാപ്പ് ഒട്ടിച്ചിട്ട് ആ ഒരു മോഡലിൽ അറേഞ്ച് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അവിടെ വെച്ച് നോക്കിയാലല്ലേ നമുക്കിതിൻ്റെ ഐഡിയ മനസ്സിലാവുള്ളൂ. ഞാൻ കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ പോസ്റ്ററും അവിടെ ഫിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ടാക്കി ടാപ്പ് കുഞ്ഞു പോർഷനാക്കി ഒട്ടിച്ചിട്ട് നോക്കുന്നത്. അങ്ങനെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഞാൻ പിന്നെ ഫൈനലൈസ് ചെയ്തു. ഈ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫൈനലായിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടാപ്പോ പിന്നെ അല്ലെങ്കിൽ നോർമൽ ഗ്ലൂ ഫെവിക്കോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ ടാക്കി ടൈപ്പ് എല്ലാ സൈഡിലും ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലേ അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നമ്മൾ നല്ലപോലെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ബാക്കി എല്ലാ വാൾ പോസ്റ്റേഴ്സും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഹാറ്റ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് ആ ഒരു ബോഹോൻ്റെ ഡ്രോയിങ്സിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ആ ഒരു ബോഹോൻ്റെത് ഞാൻ കുറേ കാലം മുന്നേ വരച്ചതാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ വാൾ ക്രീപ്പേഴ്സൊക്കെ അല്ലേ, ഈ മണി പ്ലാന്റ് മാതിരിയുള്ള അതൊക്കെ കുടുക്കി വെക്കുന്നൊരു സാധനമാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഹാറ്റ് വെക്കുന്നത്. ഇനി ഫൈനലി നമ്മളൊരു പെൻ ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. ഇതിന് യൂസ് ചെയ്യുന്നത് ഈ ബഡ്സിൻ്റെ ഒക്കെ ഒരു പാത്രമാണ്. ഇതിലൊരു ഗ്രിഡ് ലൈൻ വരച്ചിട്ട് ബ്ലൂ തീമിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നത് നോക്കാൻ. ഇതിൻ്റെ മുകളിലൊരു ഗ്ലോസി ടൈപ്പാണുള്ളത് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഗ്ലോസിനെസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് പൊളിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കുറേ ഒന്നും പൊളിഞ്ഞു കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു ടെക്സ്ചർ മാതിരി ഇതിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ പോലെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു അടിയിലുള്ള കളറുകളൊക്കെ പുറത്തേക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഈ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സെറ്റാക്കി എടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുള്ള കുറച്ച് വാൾ പോസ്റ്റേഴ്സ് കണ്ടില്ലേ, ഇതായിരുന്നു ഞാൻ ആദ്യം നമുക്ക് ഇവിടെ വാൾ പോസ്റ്റർ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് വിൻറ്റേജ് തീമിൽ. പിന്നെയാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കളർ തീമിലേക്ക് ഈ ഒരു വിൻറ്റേജ് സെറ്റ് ആവില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ പിന്നെ വേറെ എഡിറ്റ് ചെയ്ത് പിങ്ക് തീമിൽ എഡിറ്റ് ചെയ്ത് പ്രിൻ്റൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു വാൾ പോസ്റ്റർ. ഇനി ഇതൊന്ന് ഗ്രിഡ് വരച്ചു കൊടുക്കണം. ആദ്യം ഞാൻ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ സ്കെയിൽ യൂസ് ചെയ്തിട്ട് സെറ്റാകുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഓരോ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ലൈനും വരച്ചു കൊടുക്കുന്നത്. ആദ്യം വെർട്ടിക്കലി 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻസ് മൊത്തം വരച്ചു കൊടുത്തു. പിന്നെ ഹൊറിസോണ്ടലി അങ്ങനെ ചെയ്തിട്ട് വരച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഗ്രിഡാക്കി എടുത്തു. അങ്ങനെ ഫൈനലി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ടേബിൾ മേലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബോക്സാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ബട്ടർഫ്ലൈ ബൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു, അപ്പം അതുകൂടി ഇതിൻ്റെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞു ബോക്സില്ലേ, പെർഫ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രേൻ്റെത് കളേഴ്സ് വെക്കാനുള്ളത്. പിന്നെ നമ്മൾ ട്രിങ്കറ്റ്, പിന്നെ ഈ ഒരു പെൻ ഹോൾഡറിൽ ഞാൻ കുറച്ച് പെന്നും പെൻസിൽ സ്കെയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സിസേഴ്സ് ഉണ്ട്, 3 സിസറുണ്ട്, അത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ മൈൻഡിൽ അന്നേരം തോന്നുന്ന ഓരോ സ്ഥലത്താണ് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഇത് മൊത്തത്തിൽ നോക്കിയിട്ട് ഫൈനലായിട്ട് ഭംഗിയുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം. പിന്നെ ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ട്യുലിപ്സാണ്. പിന്നെ ഇത് മണി പ്ലാന്റ് ആണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കിസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനില്ലേ, അത് ചെയ്തതാണ്. പക്ഷെ അത് ഫെയ്ഡായി പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ കലണ്ടർ, ഈ കലണ്ടർ മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേബിൾ ഒന്ന് ഡെക്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഐറ്റംസ് ആണത്. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള കലണ്ടറാണ്. ഇതൊരു മിനി കലണ്ടറാണ്. മറ്റേത് ഫോട്ടോ കലണ്ടറാണ്. പിന്നെ ഇത് ഞങ്ങളെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും ഫോട്ടോ വെച്ചൊരു കാരിക്കേച്ചർ ഫ്രെയിം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി അവിടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഐറ്റംസൊക്കെ നിങ്ങളും ചെയ്യാൻ നോക്കുക, കാരണം അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണിത്. സോ അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നത്